കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ കാട്ടാനക്കൂട്ടം വീടിന്റെ മുകളിലേക്ക് പനമരം മറിച്ചിട്ടു. പൊട്ടാനിക്കൽ ബിനോയുടെ വീടിന്റെ മേൽക്കൂരയിലേക്കാണ് മരം മറിച്ചിട്ടത്. ആർക്കും പരിക്കുകളില്ല. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടമാണ് വീടിന്റെ മുകളിലേക്ക് പനമരം മറിച്ചിട്ടത്. പൊട്ടനാനിക്കൽ ബിനോയിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്കാണ് മരം മറിച്ചിട്ടത്. പുലർച്ചെ 3 മണിയോടെ ശബ്ദം കേട്ട താമസക്കാരായ രാജൻ, ഭാര്യ അനിത, ഇവരുടെ 10 വയസ്സുകാരി മകൾ എന്നിവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാനശല്യം മൂലം വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രൻ പറഞ്ഞു. ഒരു 6-7 വർഷമായിട്ട് കാട്ടാനയുടെ വലിയ ശല്യമാണ്. ഇവിടെ 3 കോടി രൂപയുടെ ട്രെഞ്ച് ഫെൻസിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. യാതൊരു പ്രയോജനമില്ല. ആന ട്രെഞ്ച് ഇടിച്ചു നിരത്തിയും ഫെൻസിങ് തകർത്തുമാണ് നമ്മുടെ പറമ്പുകളിലേക്ക് വരുന്നത്. ഇന്ന് കഴിഞ്ഞ രാത്രിയിലാണ് മായ ബിനോയി പൊട്ടനാനിക്കൽ എന്ന ചേച്ചിയുടെ വീടിൻ്റെ മുകളിലോട്ട് ആന പന മറിച്ചിട്ടേക്കുന്ന അവസ്ഥയാണിത്. ഇവിടെ ആള് താമസമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒരു മോളും താമസിച്ച വീടാണിത്. ഇതാണ് അവസ്ഥ. ഇവിടെ പിണവൂർക്കുടിയിലെ ഓരോ കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇന്നലെയാണെങ്കിൽ സൂര്യനെല്ലിയിൽ ഒരു അമ്മയെ ആന വന്നിട്ടുണ്ട്. പിണവൂർക്കുടി പന്തപ്രയിലും ഇതേ അവസ്ഥകൾ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് പോലും ആർക്കും ഇറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയാണ് നടക്കുന്നത്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.